ഈശോയുടെ മക്കൾ, ഇന്ന് ഞായറാഴ്ച അല്ലോ. ഇന്നാണ് നമ്മുടെ വൺഡേ ധ്യാനം. നമുക്ക് എന്ന് ചിന്തിക്കേണ്ടത് നിരാശയാണ്. നിരാശയില്ലാത്ത എത്ര പൊസിഷനിലിരിക്കുന്നവർക്ക് നിരാശ വരുന്നുണ്ട്, വരാം. എത്ര വിദ്യാഭ്യാസമുള്ളവരും കോളേജ് ടോപ്പുള്ളവരും റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവർക്കും നിരാശ ഉണ്ടാകാറുണ്ട്. മക്കളില്ലാത്തവർക്ക് നിരാശ, വീടില്ലാത്തവർക്ക് നിരാശ, പഠിക്കാൻ പറ്റാത്തവർക്ക് നിരാശ, നന്നായി പഠിക്കുന്നവർക്ക് നിരാശ. നിരാശ 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 നിരാശ. ജോലിയുള്ളവർക്ക് നിരാശ, ജോലി ഇല്ലാത്തവർക്ക് നിരാശ. സ്നേഹമുള്ളവരെ, ഈ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ ദൈവാത്മാവ് പ്രേരണ തരുന്ന ഒരു 5 പേർക്ക്, 5 ഞാൻ പറയും 7 പേർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കേൾക്കുന്ന മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അസാധ്യമായ 2 നിയോഗങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ട് കിട്ടാത്ത 2 നിയോഗങ്ങൾ ഇതിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥന കേൾക്കുക. പിന്നെ 1-2 പ്രാവശ്യം കേൾക്കുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, എന്നിട്ട് അവരോടും അയച്ചു കൊടുക്കാൻ പറയുക. ഒക്കെ നല്ല ദൈവവേലയാണ് മക്കളെ, ദൈവ പ്രവർത്തനമാണ്. സ്നേഹമുള്ളവരെ, ഇത് മാത്രമല്ല, നിങ്ങൾ സമയം കണ്ടെത്തി ജപമാല ചെല്ലാം, ബൈബിള് വായിക്കാം, വിശുദ്ധ കുർബാനയ്ക്ക് സമയം കണ്ടെത്തി പോകാം. ഒന്നുമില്ലെങ്കിൽ ഈശോയുടെ പടത്തിലേക്ക് നോക്കിയിരിക്കാം. അവിടെ നല്ല ആയിക്കോളൂ. നല്ല മനസ്സോടെ ഇരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നിരാശ എന്ന് പറഞ്ഞത് പിശാചിൻ്റെ ഒരു വലിയ ആയുധമാണ്. നിരാശ എന്ന് പറഞ്ഞത് പിശാചിൻ്റെ വലിയൊരായുധം. ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് ചിന്തിക്കുക. പണക്കാർക്ക് നിരാശയില്ലേ? ദരിദ്രന് നിരാശയില്ലേ? ഇടത്തരക്കാർക്ക് നിരാശയില്ലേ? ഡോക്ടർമാർക്ക് നിരാശയില്ലേ? കളക്ടറിന് നിരാശയില്ലേ? പോലീസ് ഓഫീസറിന് നിരാശയില്ലേ? എല്ലാവർക്കും നിരാശയുണ്ട്. ടീച്ചർമാർക്ക് നിരാശയില്ലേ? റാങ്ക് കിട്ടിയവന് നിരാശയില്ലേ? നിരാശ സാത്താന് ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരായുധമാണ് നിരാശ. എന്നാൽ നിരാശയുള്ളവൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് വസിക്കൂല. കാരണം അവിടെ നിരാശയ്ക്ക് സ്ഥാനം കൊടുത്തേക്കുക. തസ്വായി നീ എന്ത് ചെയ്യണം? നിരാശ യു ത്രോ വിത്ത് ഔട്ട്സൈഡ്. ഡിപ്രഷൻ എല്ലാം കളയുക, എല്ലാ അസ്വസ്ഥതയും മാറ്റുക, മാനസിക അസ്വസ്ഥതകളൊക്കെ മാറ്റുക. ഇത് മാറണമെങ്കിൽ പ്രകാശമാകുന്ന ദൈവപ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരണം. അത് ബഥേലിലേക്ക് വരിക. ജൂൺ 5-ാം തീയതി താമസിച്ചുള്ള ധ്യാനം ദിവ്യകാരുണ്യ അനുഭവ ധ്യാനമാണ്. എങ്കിലും നല്ലതാണല്ലോ, ശരീരമുണ്ട്, രക്തമുണ്ട്. തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനകളും തിരുരക്താഭിഷേകം മേടിച്ച് തന്നിരിക്കും. തിരുരക്താഭിഷേക ധ്യാനം അല്ലല്ലോ എന്ന് ഞാൻ തന്നെയല്ലേ എടുക്കുന്ന ക്ലാസ്, ഞാൻ തന്നെയല്ലേ ശുശ്രൂഷ ചെയ്യും, ഞാനല്ല, എൻ്റെ ദൈവം എന്നിലൂടെ അത് മേടിച്ചു തന്നിരിക്കും. ഒരാമേ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ നിരാശയൊക്കെ കളഞ്ഞ് ഒരു ശുദ്ധ മനസ്സ്, ഒരു നല്ല മനസ്സിലേക്ക് നമുക്ക് കടന്നു വരാം. എൻ്റെ സ്തുതിച്ചേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. കർത്താവായ യേശുവേ, നിരാശയുള്ള മക്കളുടെ നിരാശ എടുത്ത് മാറ്റണമേ. എനിക്ക് ഇത്രയും നാൾ ജീവിച്ചിട്ടൊന്നുമില്ല, ഞാൻ ആ വ്യാപാരം നടത്തിയിട്ട് പരാജയം, അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരാശകളുണ്ട്. ആ നിരാശകൾ മാറ്റി നിൻ്റെ ആകുലതകൾ എടുത്ത് മാറ്റിയിട്ട് ദൈവത്തെ സ്തുതിക്കാൻ, നിൻ്റെ തകർച്ചകൾ ഓർത്തിട്ട് നീ ദൈവത്തെ സ്തുതിക്കാൻ. എന്തിനാണെന്നറിയാമോ? ഒരു ഗോളടിക്കാൻ തരുന്ന ചാൻസാണത്. നീ അത് വിട്ടിട്ട് എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവിടെ അത്ഭുതം സംഭവിക്കും. ഒരാമയും പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നിന്ന് സ്തുതിക്കും മക്കൾ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളുടെ നിരാശകൾ എടുത്ത് മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥനയെ വളരട്ടെ, വിശുദ്ധിയിൽ വളരട്ടെ, ദൈവകൃപയാൽ വരങ്ങളാൽ വളരട്ടെ. യേശുവേ നന്ദി. ആരാധന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവരെ ഈ കേൾക്കുന്ന എല്ലാവരും അടുത്ത ഞായറാഴ്ച വൺഡേ ധ്യാനത്തിന്, കുർബാന, ആരാധന, വചന പ്രഘോഷണമൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് കടന്നു വരട്ടെ. കേൾക്കുന്ന മക്കൾ 5-ാം തീയതി ധ്യാനത്തിലേക്കും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് തന്നെ ഒരു 3-4 പേരെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവരെ ഏറ്റെടുത്ത് ഉപയോഗിക്കണേ കർത്താവേ. കൃഷിയിടങ്ങളിൽ വേല ചെയ്യുന്നവർ, പഠിക്കുന്ന മക്കൾ, കപ്പലിൽ ജോലി ചെയ്യുന്നവർ, ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവർ,
റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവർ, വാഹനങ്ങൾക്കൊക്കെ സംരക്ഷണം, ഫ്ലൈറ്റിന് സംരക്ഷണം, ഷിപ്പിന് സംരക്ഷണം കൊടുക്കണേ കർത്താവേ. കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം. വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. സ്തുതിക്ക് ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യ മാതാവേ, പാവികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോട് നിന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കുന്നേ. മക്കളെ, സന്തോഷത്തോടു കൂടി ഇരിക്കുക, സമാധാനത്തോടു കൂടി ഇരിക്കുക. വേദനകളെല്ലാം മാറ്റി ദൈവത്തെ സ്തുതിക്കുക കേട്ടോ. ഒരു പേജ് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണം കേട്ടോ. വായിക്ക്. ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണം തരുന്നു. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണം, തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം. ഈശോ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ തലോടുന്നു, കൈകൊണ്ട്, വലത് കൈകൊണ്ട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് വൺ ഡേ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.